പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ഈ യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലോട്ട് അമ്മമ്മയും വല്യമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ നമ്മൾ തിരിച്ച് കൊണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ചുരമലയിലോട്ട്. അപ്പോൾ നല്ല എന്താ പറയുക, മഴയൊക്കെ പെയ്ത് 2 ദിവസം നല്ല മഴയായിരുന്നു അവർ വീട്ടിലുള്ളപ്പോഴൊക്കെ. അപ്പോൾ മഴയൊക്കെ തോർന്നിട്ട് കാരണം നമുക്കിനിയൊരു നമുക്ക് ചുരമല ആയതുകൊണ്ട് നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. അപ്പോൾ പിന്നെ നമുക്ക് എന്നും ഉള്ളിലൊരു പേടി ഉണ്ടാവുമല്ലോ അവരവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മഴയൊക്കെ കഴിഞ്ഞിട്ട് പോവാമെന്നുള്ളതിൽ അങ്ങനെ പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. പിന്നെ പണിയുണ്ട് അവർക്ക്, അപ്പോൾ പണി കളയാൻ പറ്റില്ലല്ലോ, ഇവിടെ നിന്നാലും പണിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കൊണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴ തോർന്നതിൻ്റെ ആ ഒരു നിലത്തൊക്കെ നനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കോട ഇറങ്ങി തുടങ്ങുന്നുണ്ട്, ഇനി വരുമ്പോൾ കണ്ണ് കാണുമെന്ന് ദൈവത്തിനറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു, കാരണം നമ്മൾ കുറച്ച് നേരം ഇരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവരോട് യാത്രയും പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കൊന്നും ചിക്കുനെ കൊഞ്ചിച്ച് കൊതി തീർന്നിട്ടില്ല. അപ്പോൾ അവർ ഇനി അവൻ്റെ ബർത്ത്ഡേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ബോബി ചെമ്മണ്ണൂരിനെ കണ്ടു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ആ വണ്ടി, അതേ ഇരിക്കുന്ന വണ്ടി മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എന്തോ ഉള്ളിലോട്ട് നോക്കിയപ്പോൾ, വണ്ടീൻ്റെ ഉള്ളിലോട്ട് നോക്കിയപ്പോൾ എന്താ പറയുക, അപ്പോഴാണ് മനസ്സിലായത് ബോബി ചെമ്മണ്ണൂരാണ് എന്നൊക്കെ മനസ്സിലായത് അപ്പോഴാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം നമുക്ക് വണ്ടി എടുത്ത് നമ്മൾ പോകുകയും ചെയ്തു, പക്ഷേ അങ്ങനെ ഒരാളെ കാണുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒരു ഫോട്ടോ എങ്കിലും എടുക്കാമായിരുന്നു, കാരണം റോട്ടിലൊന്നും ആരുമില്ല. അപ്പോൾ നമുക്കൊരു ഫോട്ടോ എങ്കിലും എടുക്കാമായിരുന്നു എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്, അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ വണ്ടി ഓടിച്ചത് എൻ്റെ അനിയൻ പോലും കണ്ടിട്ടില്ല അത് ബോബി ചെമ്മണ്ണൂരാണ് എന്നുള്ളത് കേട്ടോ. അത് വേറൊരു വശം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വന്ന് പിന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തട്ടുകടയിൽ കയറിയിട്ട് കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കാരണം വിശപ്പുണ്ടാവുമല്ലോ. എന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ ആ ചായയും വെച്ച് പിന്നെ ചായയും കുടിച്ചു കേട്ടോ. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, അപ്പോൾ വേഗം ചായ കുടിച്ച് ഒന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി പിന്നെ എല്ലാ പരിപാടികളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ വേഗം കിടന്നുറങ്ങാൻ നോക്കി കേട്ടോ.